ഇറ്റലിയിലെ പ്രശസ്തമായ പലാസോ മഫേ മ്യൂസിയം അധികൃതർ കഴിഞ്ഞ ദിവസം ലോകത്തിലെ കലാസ്വാദകരോടും സന്ദർശകരോടുമായി ഒരു അഭ്യർത്ഥന നടത്തി. കലയെ ബഹുമാനിക്കൂ, ഇതായിരുന്നു ആദ്യ വാചകം. ചിത്രമെടുക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും സന്ദർശകർക്ക് തലച്ചോർ നഷ്ടപ്പെടുന്നു എന്നായിരുന്നു മറ്റൊരു വാചകം. സംഭവം എന്താണെന്നല്ലേ പറയാം. വിഖ്യാത കലാകാരൻ വിൻസെന്റ് വാൻഗോഗിനോടുള്ള ആദരസൂചകമായി ഇറ്റലിയിലെ വെറോണയിലുള്ള പലാസോ മഫേ മ്യൂസിയത്തിൽ വിലപിടിച്ച ഒരു കലാസൃഷ്ടിയുണ്ട്. നൂറുകണക്കിന് ക്രിസ്റ്റലുകൾ പതിപ്പിച്ച് സൃഷ്ടിച്ച ഒരു അപൂർവ കലാസൃഷ്ടി. വാൻഗോഗ് ചെയർ എന്നാണ് പേര്. പക്ഷേ മ്യൂസിയം കാണാനെത്തിയ ഏതോ ദമ്പതികൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ അത് തകർത്തു. ചിത്രങ്ങൾ എടുക്കുന്നവർക്ക് പലപ്പോഴും തലച്ചോറ് നഷ്ടപ്പെടുന്നു. അനന്തരഫലം പലരും ചിന്തിക്കാറില്ല. അബദ്ധം പറ്റിയതാവാം. പക്ഷേ കലാസൃഷ്ടി നശിപ്പിച്ചവർ അത് അറിയാതെ സ്ഥലം വിട്ടു. അത് അബദ്ധമല്ല, മ്യൂസിയം ഡയറക്ടർ വനേസ കർലോൺ പറഞ്ഞു. ഏതൊരു മ്യൂസിയത്തിൻ്റെയും പേടി സ്വപ്നമാണിത്, വനേസ പറഞ്ഞു. ചെയറിലിരിക്കുന്ന പോലെ ശ്രമിച്ച് ഫോട്ടോ എടുക്കാനാണ് സന്ദർശകർ ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമത്തിൽ കസേരയിലേക്ക് വീഴുകയും അത് ഒടിയുകയുമായിരുന്നു. മ്യൂസിയം ജീവനക്കാർ അറിയും മുമ്പേ രണ്ടുപേരും രക്ഷപ്പെട്ടു. കലാസൃഷ്ടി നശിപ്പിച്ചതിൽ പോലീസിൽ പരാതി നൽകിയ മ്യൂസിയം അധികൃതർക്കൊപ്പം CCTV ദൃശ്യങ്ങൾ സഹിതം കലയെ സ്നേഹിക്കുമെന്ന അഭ്യർത്ഥനയും നടത്തി. ഇറ്റാലിയൻ കലാകാരി നിക്കോള ബൊള്ള നിർമ്മിച്ചതാണ് സൊറോവിസ്കി മെഷീൻ കട്ട് ക്രിസ്റ്റലുകൾ പതിപ്പിച്ച വാൻഗോഗ് ചെയർ. കലാസൃഷ്ടി കാണാനെത്തുന്നവരോട് തുടരുതെന്ന് മുന്നറിയിപ്പ് നൽകിയാലും ആളുകൾ കേൾക്കില്ല. അതാണ് കലയെ സ്നേഹിക്കുക എന്ന അഭ്യർത്ഥനയ്ക്കുള്ള കാരണം. വാൻഗോഗിന്റെ സിമ്പിൾ ചെയർ എന്ന വിഖ്യാത പെയിന്റിങ്ങിനുള്ള ആദരവാണ് പ്രചോദനം. ബൊള്ളയുടെ കലാസൃഷ്ടിയുടെ മൂല്യം മ്യൂസിയം അധികൃതർ വെളിപ്പെടുത്തിയില്ലെന്ന് BBC. സംഭവം നടന്നത് 2 മാസം മുമ്പാണെന്നും എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം അധികൃതർ വീഡിയോ പുറത്തുവിട്ടതെന്നും BBC പറയുന്നു. 2020 തുറന്ന പലാസോ മഫേ മ്യൂസിയത്തിൽ പിക്കാസോയുടെ വിഖ്യാത ചിത്രങ്ങളും പുരാതന ഈജിപ്ഷ്യൻ കലാസൃഷ്ടികളുമടക്കം 650-ൽ അധികം രചനകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.